പിന്നെ കോൺഗ്രസ്സുകാരത് റീറ്റേ വെക്കത്തുള്ളൂ. കാരണം ഇവന്മാർക്ക് ഞാനൊന്ന് മരിച്ചു കാണണമെന്ന് നോക്കണം. ഞാൻ ഒരു കാര്യം പറയാം, നീ എല്ലാം പോയാലും തയ്ക്കാൻ പോകുന്നില്ല, അങ്ങനൊന്നും പോകുന്ന ഇനമല്ല. ചെങ്ങന്നൂർ MLA-യും മന്ത്രിയുമായ സജി ചെറിയാൻ ഈ ചോദ്യം ചോദിക്കുന്നത് പ്രതിപക്ഷത്തിനോടാണ്. കാരണം ഈ സർക്കാർ രണ്ടാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസ്സുകാർ നടത്തിയ ആദ്യത്തെ സമര നാടകങ്ങളിൽ ഒന്ന് കേരള വിരുദ്ധ സമരമായിരുന്നു. ആ സമയത്ത് കുറ്റിപറിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, ആലപ്പുഴയിലെ ആ സമയത്ത് രമ്യമാരിൽ ഒരാളായിരുന്നു കൊടിക്കുന്ന് സുരേഷ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് പേരാണ്. അവരോടാണ് ഈ ചോദ്യം. കാര്യം ഇപ്പോൾ ചെങ്ങന്നൂർ പമ്പ ശബരി റെയിൽപാത വരാൻ പോവുകയാണ്. അതിനും ഇതുപോലെ തന്നെ കേരളിലെ കൂട്ട് തന്നെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ഇതുപോലെ തന്നെ വീടുകൾ പോകും. മാത്രമല്ല കേരളിന് പോകുന്നതിനേക്കാൾ കൂടുതൽ വീടുകൾ ചെങ്ങന്നൂരിലും പരിസര പ്രദേശത്തും ശബരിപാത കാരണം ഉണ്ടാകും. ആ കുറ്റി ഇപ്പോൾ വീണ്ടും ഇടാൻ പോവുകയാണ്. അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറ്റി വരയ്ക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഇറങ്ങുമോ എന്നാണ് ഇപ്പോൾ സജി ചെറിയാൻ ചോദിക്കുന്നത്. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും അവിടെ വ്യക്തമായിട്ട് സജി ചെറിയാൻ പ്രതിപക്ഷത്തോട് ചോദിക്കുന്നുണ്ട്. കേൾക്കേണ്ട വാക്കുകളാണ്, ചർച്ചയാകേണ്ട വാക്കുകളാണ് ഇവിടെ മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുന്നത്. മന്ത്രിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ എന്നെ പറ്റി ഒരുപാട് എന്നെ വിളിക്കുന്ന പോലെ ചെയ്ത് ആരെയും വിളിക്കുന്നത് ശശികുമാർ കുറച്ച് കാര്യമാണ്. BJP നേതാക്കന്മാർ ഒരു 10-150 മറ്റേ കത്തിക്കുന്ന കോലം. എനിക്കത് സന്തോഷമുള്ള കാരണം അവന്മാർ എല്ലാ ആഴ്ചയിലല്ല, എല്ലാ ദിവസവും എന്റെ ഓരോന്ന് കത്തിച്ച് കിട്ടിയ എനിക്കൊരു ഗുണമാണ്. എല്ലാ ദിവസവും കത്തിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇത് കത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ എന്റെ കോലം കത്തിക്കുന്നത്? പിന്നെ കോൺഗ്രസ്സുകാരത് റീറ്റേ വെക്കത്തുള്ളൂ. കാരണം ഇവന്മാർക്ക് ഞാനൊന്ന് മരിച്ചു കാണണമെന്ന് നോക്കണം. ഞാൻ ഒരു കാര്യം പറയാം, നീ എല്ലാം പോയാലും തയ്ക്കാൻ പോകുന്നില്ല, അങ്ങനൊന്നും പോകുന്ന ഇനമല്ല, അങ്ങനൊന്നും പോകത്തില്ല. കാരണം ഞാൻ തുടങ്ങിയിട്ട് കുറെ കാലം 16 കൊല്ലം 8ാം ക്ലാസ്സിൽ പഠിക്കുകയും പണി തുടങ്ങിയത്. ഞാൻ നേരിട്ട ഓരോ വെല്ലുവിളി ഒന്നും ഇവന്മാരും നേരിട്ടിട്ടില്ല. ഒരുപാട് വെല്ലുവിളി നേരിട്ടാണ്. അത് വിളിക്കുന്ന പല സഹായം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയായത്. ഞാൻ പ്രതിസന്ധി ഒന്നും തെറ്റു പോകുന്നതാണല്ലോ. ഭയപ്പെടുത്തുക. എന്തിനാ ഭയപ്പെടുത്തുന്നത്? ചെങ്ങന്നൂരിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു മാർച്ച് എന്റെ ഓഫീസിലുണ്ട്. എനിക്ക് കോൺഗ്രസ്സുകാരുടെ സഹതാപമാണ്. സത്യം പറഞ്ഞാണല്ലോ, ഇത്ര പാവങ്ങൾ, സത്യം പാവങ്ങളാണ് ഈ ചെങ്ങന്നൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർ. ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു വിചാരിച്ചു എങ്ങനെയാണ് ആരെങ്കിലും ഒന്ന് മത്സരം ജയിച്ചൊന്നും മത്സരിക്കാനെങ്കിലും ചാൻസ് ഇല്ല. കഴിഞ്ഞ ദിവസം ഒരാളെ കൊണ്ടുപോകും BJP മാറിയിട്ട് പിറ്റേ ദിവസം പുള്ളി നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ചെങ്ങന്നൂര് ഈ പാവപ്പെട്ട നെഞ്ചത്തോട്ട് കാരണം ഇങ്ങോട്ട് കൊണ്ടുപോകും. അതിനെ പറ്റിയല്ലോ അറിയാം. ഈ വാര്യരും അതിനെ പറ്റിയല്ലോ അറിയാം. ഈ വാര്യരാണ് കഴിഞ്ഞ ഒരു 2-3-4 മാസം മുമ്പ് ഒരു പ്രസംഗം നടത്തി. എന്തായാലും ആ വാര്യരെ ചെങ്ങന്നൂർ കൊണ്ടുവന്ന് ഒരു ഗുണമായി എനിക്ക് കേട്ടോ. ഉള്ള കാര്യം കോൺഗ്രസ്സായിട്ട് പറയാം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇനിയിപ്പോ ഇടതുപക്ഷം മുന്നണിയായിട്ട് അതിന് മത്സരിക്കാനിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ച് അന്ന് എനിക്ക് കിട്ടാത്ത ഒരു 12,000 വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നണിക്ക് ഈ വാര്യന്റെ ഒറ്റ മരവോടുകൂടി കിട്ടും. ഒരു സംശയം വേണ്ട. കാരണം അയാളുടെ പ്രസംഗം അത്ര ഗുണം ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നെ കോൺഗ്രസ് അളിയന്മാര് അടുത്ത ആഴ്ചയിലോ അതിന്റെ അടുത്ത ആഴ്ചയിലോ ഓരോ ആഴ്ചയിലും കൊണ്ടുവന്ന് പോലെ എന്നെ ഇവിടെ പ്രസംഗിക്കാൻ ആരും ഇല്ലേ കോൺഗ്രസ്? ഇവിടെ മുരളിയുണ്ട്, എത്ര സീനിയർ നേതാവാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ്, ഇന്ന് ആരാധനാണെങ്കിലും പ്രതിപക്ഷ നേതാവായിരുന്നു. ഇവിടെ എത്രയോ നേതാക്കന്മാരുണ്ട്. വിജയകുമാർ സാറ്, എത്രയോ ആളുകൾ ഈ ചെങ്ങന്നൂർ പ്രസംഗിക്കാതെ എല്ലാ വലിയ കോൺഗ്രസ് പ്രസംഗിക്കും. കൂടെ ആളില്ലെങ്കിലും പ്രസംഗിക്കാൻ ആളില്ലേ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കൈകൾ വാടക കിട്ടാത്തമാരാ. ഒരു ചായക്കട ചെന്ന് ഒരു ചായ ചോദിച്ചാൽ പോലും കണക്ക് കൊടുക്കത്തില്ല. ആവശ്യമുള്ളമാരെ ഇവിടുത്തെ കോൺഗ്രസ് ഞാനമാരെ പറ്റിയൊന്നും പറയുന്നത്. എന്നാലും പ്രസംഗിക്കുന്നമാരുണ്ടല്ലോ. എന്നെ കൊണ്ട് ഒത്തിരി പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പൊ എന്റെ ഓഫീസിലോട്ട് മാർച്ച് നടന്നു. ജില്ല മൊത്തം ഊത്ത് കോൺഗ്രസ്. എന്താ ഊത്ത് കോൺഗ്രസ്? എല്ലാം കൂടി ജില്ല കേന്ദ്രീകരിച്ചപ്പോ 75 പേര് എന്റെ ഓഫീസിലോട്ട് മാർച്ച് നടന്നു. എന്തൊക്കെയാ പറഞ്ഞേ? അതിന് മുമ്പൊരു മാർച്ച് നടത്തി. അത് ഈ പോലീസുകാർക്ക് പേടിയാ. ഞാൻ ഈ പോലീസുകാരോട് ഞാൻ കാര്യം പറയും, എന്റെ ഓഫീസിലോട്ടാണ് തടയുന്നത്. നിങ്ങൾ തടയുന്നതായിരുന്നു. ഓഫീസിലോട്ട് വരട്ടെ, അവർ വരട്ടെ. ഞാൻ നല്ല കടിച്ചായി ഇട്ട് കൊടുത്ത് അവന്മാരെ കയറ്റി വർത്താനം പറയാൻ അവർ നോക്കുള്ളൂ. എന്നെ എന്ത് ചെയ്യാനാ? നിങ്ങളെന്തിനാ പേടിക്കുന്നത്? എന്റെ ഓഫീസിലോട്ട് ഞാൻ വാര്യരെ കൊണ്ടൊന്ന് പ്രസംഗിച്ചു. വാര്യര് കേരളത്തിലെ ഏറ്റവും കടുകട്ടിയുള്ള RSS ആണ്. ചെറിയ RSS അല്ല കേട്ടോ. BJPയിലൊക്കെ ഒരുപാട് മാന്യന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാന്യന്മാരെന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തായാലും പുറത്ത് മാന്യത കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പ്രസിദ്ധമുള്ള ചേട്ടനുണ്ട്. എത്ര മാന്യത? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് യോജിപ്പില്ല, പക്ഷെ മാന്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കേസാരുണ്ട്, മാന്യമുണ്ട്. അതിനെ അകത്തിരിക്കുന്ന രാഷ്ട്രീയം നമുക്ക് യോജിപ്പില്ല. BJPയുടെ എത്രയോ നല്ല നേതാക്കന്മാർ ഈ ചെങ്ങന്നൂരുണ്ട്. രാമേന്ദ്ര കുറുപ്പിയേട്ടൻ എത്രയോ മാന്യനായ BJPയുടെ കേന്ദ്ര നേതാവല്ലേ? അവരൊക്കെ അനാഥരായി നടക്കുകയാണെങ്കിൽ കേന്ദ്ര നേതാവല്ലേ? അതല്ലാത്തവരും ഉണ്ട്. വാര്യയുടെ സ്വഭാവമുള്ളവരും ഇവിടെ ഉണ്ട്. അവരെ പറ്റി ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവിടെ വന്നു ഇയാളാണ് നമ്മുടെ കാശ്മീരിലെ മുസ്ലിങ്ങളെ മറ്റേ വിഭജിച്ച സമയത്ത് കാശ്മീർ പ്രശ്നത്തിന്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഈ വാര്യർ പറഞ്ഞു എന്താ? ഞാൻ പറഞ്ഞ 2000 കൊണ്ട് നമുക്ക് കൂടുതൽ കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നല്ല സമയമാണ്. അന്ന് ഇയാൾ പറഞ്ഞു ഈ കാശ്മീരിലെ മുസ്ലിങ്ങളെ
കെട്ടിത്തൂക്കി ടയറിട്ട് ആ ടയർ കത്തിച്ചവന്മാരെ ചുട്ടുകൊല്ലണമെന്ന് പറഞ്ഞ ഒരു മതേതരവാദിയായിട്ടുള്ള വാര്യരാണ് സജി ചെറിയാനെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവർ കൈയടിക്കുക. ഒരു നല്ല മനുഷ്യനാണ്. അവരെയൊക്കെ തല്ലിക്കൊന്ന് പറഞ്ഞാൽ നമുക്കൊരു മര്യാദ ഉണ്ട്. ഇത്രയും മുസ്ലിങ്ങളെ തല്ലിക്കൊന്ന കുഴപ്പമില്ല. കെട്ടിത്തൂക്കി ടയർ കത്തിച്ച് പെട്രോൾ ഒഴിച്ച് യവന്മാരെ പുഴുകി ശരിപ്പെടുത്തി എടുക്കണമെന്ന് വന്ന് പ്രസംഗിക്കാൻ ഒരു മനസാക്ഷിയില്ലാത്ത ഈ വാര്യരെ ചെങ്ങന്നൂർ പോലൊരു മതനിരപേക്ഷമായ നാട്ടിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചാൽ ഈ ചെങ്ങന്നൂരിലെ കോൺഗ്രസുകാരുടെ തലയ്ക്കകത്ത് അൽത്താമസമില്ലെന്ന് ഞാൻ പറഞ്ഞ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടോ? അൽത്താമസമുണ്ടോ നിങ്ങൾ തലയ്ക്കകത്ത്? ചിന്തിക്കാൻ പറയാ. ഇനിയൊരു പേരുകൾ കാണിക്കുന്നത് ഇങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങൾ പ്രസംഗിച്ചു എന്നെ പറ്റി എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ എന്തല്ല ഈ വാര്യ പറഞ്ഞ്? ഇന്ത്യയിലെ ഏറ്റവും കടുത്ത RSSകാർ പറയാത്ത ഭാഷയല്ലേ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കല്ലേ ഈ വാര്യ പറഞ്ഞത്? ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയും ഈ രാജ്യത്തെ മുസ്ലിമും ഇന്ത്യക്കാരല്ല അവന്മാരെ ചാപ്പകൂത്തണമെന്ന് പറഞ്ഞ വാര്യരെ ചെങ്ങന്നൂരിൽ കൊണ്ടുവന്ന് ഈ മതനിരപേക്ഷതയുടെ ഉന്നതമായ മൂല്യം ഉയർത്തിയ ചെങ്ങന്നൂരിന്റെ മണ്ണിൽ 32,000 മതനിരപേക്ഷ വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകാരെ എലിക്കോട്ട് ചെയ്ത് ജയിപ്പിച്ച ഈ മണ്ഡലത്തിൽ ഇത്തരം മതനിരപേക്ഷത ചോദ്യം ചെയ്ത വാര്യരെ കൊണ്ടുവന്ന് ഈ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യാൻ ഇവിടെ വന്ന് ന്യൂനപക്ഷത്തെ ആക്രമിച്ചവൻ പ്രസംഗിച്ചാൽ കോൺഗ്രസുകാരൻ വോട്ട് കിട്ടുമോ? ഇപ്പൊ വേറെ റാപ്പിടെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടു വാര്യന് അടുത്തുള്ള സ്ഥാനാർത്ഥിയാണ്. പുള്ളി നോക്കിയപ്പോ അവിടെ നിന്ന് രക്ഷയില്ല. MLA സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് നോക്കിയപ്പോ ഇങ്ങോട്ട് വിടുവില്ല. അനാഥ കിടക്കുന്ന സ്ഥലം ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുക. അപ്പൊ ഇപ്പൊ ഈ സീറ്റ് പോയിരിക്കുന്ന കോൺഗ്രസുകാരന്മാർ മിക്കവാറും എല്ലാം ഇപ്പൊ ആത്മഹത്യ പ്രശ്നം. അപ്പൊ അവിടെ ഞാൻ ആഭ്യന്തര പ്രശ്നമായി. ഒരു 10 പേര് ചെന്ന സീറ്റ് പോയി കിടക്കുകയായിരുന്നു. ഇയാൾ സ്ഥാനാർത്ഥിയാ കേട്ടോ, ഓർത്തോണം. ഇപ്പൊ സീറ്റ് മേടിക്കാൻ വന്നവരെല്ലാം ഓർത്തോണം. ഈ വാര്യന് സ്ഥാനാർത്ഥിയാകാനാണ് KPCC ആ സുധാകരൻ KPCC പ്രസിഡന്റ് അതും ചെയ്യാൻ അപ്രോച്ച് ചെയ്യും കേട്ടോ. സതീശൻ പിന്തുണയ്ക്കും. ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിക്കുക. എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? ഈ സ്റ്റേഡിയം എന്താ ഇങ്ങനെ കിടക്കുന്നത്? 65 കോടി രൂപ സ്റ്റേഡിയത്തിന് വേണ്ടി ഗവൺമെന്റ് അനുവദിച്ചതിന്റെ നിർമ്മാണം ആരംഭിച്ച് 65% പണി പൂർത്തീകരിക്കുമ്പോ ഈ വലതുപക്ഷക്കാരല്ലേ ഹൈക്കോടതി കേസ് കൊടുത്ത്? ഇന്ന് ആ സ്റ്റേഡിയം പൂർത്തീകരിച്ച് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കായിക രംഗത്തുള്ള പ്രതിഭകൾക്ക് അവിടെ പരിശീലനം കൊടുക്കാൻ, കളിക്കാൻ, മത്സരിക്കാൻ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ചെങ്ങന്നൂരിൽ തലവെക്കാൻ പാടില്ല. അത് സജി ചെറിയാന്റെ ഇടതുപക്ഷങ്ങളുടെ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞല്ലേ ആ സ്റ്റേഡിയം തകർത്തത്? നിങ്ങൾ എന്ത് വികസനത്തെ പറ്റിയാണ് പറയുന്നത്? നിങ്ങൾ ഏത് വികസനത്തെ സഹായിച്ചിട്ടുണ്ട്? സ്റ്റേഡിയം മാത്രമാണോ? ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുമ്പിൽ കൂടെ കിടക്കുന്ന റോഡ് എന്നെ കൊണ്ടൊന്നും ഒത്തിരി പറയിപ്പിക്കേണ്ടത് ഞാൻ ഉണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ കുത്തിയിളക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ റോഡ് ഇപ്പൊ നിങ്ങൾ കണ്ടോ? ആ മേളിൽ നിന്ന് ഒന്ന് പോന്നു കഴിഞ്ഞാൽ 1.5 റോഡാണ്. ആ റോഡ് നടപ്പാക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി അവർ ചെയ്യേണ്ട റോഡ് അത് നശിച്ച് തകർന്നു കിടന്ന റോഡ്, അവിടെയുള്ള റോഡിന്റെ ഭൂമി ഉടമകളെ ഞാൻ വിളിച്ച്, ഗൾഫിൽ അമേരിക്കയിലൊക്കെ വിളിച്ച് ഞാൻ അവരോട് ആദ്യം വിളിച്ചു. ഞാൻ പറഞ്ഞു ആ റോഡ് ഇങ്ങനെ കിടക്കരുത്, ചില വീതി കൂട്ടി ഒരു 6 8 മീറ്റർ വീതി കൂട്ടി ആ റോഡ് ടാർ ചെയ്യണം. ഭൂമിക്ക് കാശില്ല, സൗജന്യമായിട്ടുണ്ട്. എല്ലാവരും തന്നു. മതിൽ പൊളിച്ചു, മതിൽ നമ്മൾ കെട്ടിക്കൊടുത്തു. മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് 1 വർഷക്കാലം തടഞ്ഞു വെച്ചു. ഓർമ്മയില്ലേ? ചെങ്ങന്നൂർക്കാർ മറന്നുപോയോ? അവസാനം ജില്ലാ കളക്ടർ വന്നു. ജില്ലാ കളക്ടറെ കൊണ്ട് അളക്കാൻ പറഞ്ഞു. അളന്നപ്പോ മുനിസിപ്പാലിറ്റി സ്ഥലമല്ല, റവന്യൂ പുറമ്പോക്ക്. മുനിസിപ്പാലിറ്റിക്ക് അവിടെ സ്ഥലമേ ഇല്ല. 1 വർഷക്കാലം മുനിസിപ്പാലിറ്റി സ്ഥലമാണെന്ന് പറഞ്ഞ് ആ റോഡ് തടഞ്ഞ് ഇന്ന് ആ റോഡ് മുനിസിപ്പാലിറ്റി സ്ഥലമല്ലാത്തതുകൊണ്ട് ഏറ്റെടുത്ത് ചെങ്ങന്നൂരിലെ ഏറ്റവും മനോഹരമായ റോഡാക്കി ഈ IHRD കോളേജിന് മുമ്പിൽ നിന്നുള്ള റോഡ് നമ്മൾ ചെയ്തില്ലേ? ഇവരെന്ത് സഹായമാണ് ചെയ്തത്? ഇവിടെ മാർക്കറ്റ് നിർമ്മിക്കുന്നു. ഇപ്പോഴത്തെ ചെയർപേഴ്സണെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവര് ആത്മാർത്ഥമായി അവർ കൂടെ നിൽക്കുക. ഇതിനു മുമ്പുള്ളവർ ആരെങ്കിലും സഹായിച്ചു? 3 വർഷം മുമ്പ് അനുവദിച്ച മാർക്കറ്റ് നവീകരണം ഇന്ന് ആ മാർക്കറ്റ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതാണ്. ആ 3 വർഷമായ ഒരു തടസ്സം നിൽക്കുകയല്ലേ? ഈ മാർക്കറ്റ് കച്ചവടം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ കച്ചവടം ചെയ്യുന്നത് എതിരുണ്ടോ? അവരെല്ലാം പാവങ്ങൾ. അവർക്ക് അവിടെ വീണ്ടും തുടർന്ന് ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം കൊടുത്താൽ മതി. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി സംവിധാനം ഉണ്ടാക്കണം. ഈ മുനിസിപ്പാലിറ്റിയിലെ ഓരോ കോൺഗ്രസിന്റെ ഭാരവാഹികളോട് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, നിങ്ങളൊന്ന് സഹകരിക്കേ തന്നോ? ഇപ്പോഴത്തെ ചെയർപേഴ്സൺ സഹകരിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഇല്ലാത്ത കാര്യമെന്ന് പറയും. ഇന്നിപ്പോ അവർ ആത്മാർത്ഥമായി ഇറങ്ങിയതുകൊണ്ട് ഞാൻ കൂടെ ചേർന്ന് അവിടെ നിർമ്മാണം ആരംഭിച്ചു. എത്ര വർഷം നിങ്ങൾ വഴിമുടക്കി? ഇത് ചെങ്ങന്നൂരിലെ വികസന പ്രവർത്തനങ്ങളെ എന്തായിരുന്നു അനുഭവം? 2000 രാമേന്ദ്രൻ ജയിക്കുമ്പോ എന്താ ചെങ്ങന്നൂർ നല്ല റോഡുണ്ടോ? പറ. ഈ മാർക്കറ്റ് റോഡ് ഉൾപ്പെടെ എടുക്കുക. ഈ ചെങ്ങന്നൂർ ടൗണിലെ ഏതെങ്കിലും ഒരു റോഡ് സഞ്ചാരയോഗ്യമായിരുന്നു? നല്ല
കുടിവെള്ള പദ്ധതി ഉണ്ടോ? നല്ല ആശുപത്രി ഉണ്ടോ? നല്ല സ്കൂൾ കെട്ടിടമുണ്ടോ? നിങ്ങളല്ലേ ഇവിടെ ഭൂരിപക്ഷം സമയം ഭരിച്ചത്? ജനങ്ങൾക്ക് പൊറുതി മുട്ടിയല്ലേ നിങ്ങളെ തോപ്പിച്ചത്? അങ്ങനെയല്ലേ രാമനാഥ് സഭ ജയിപ്പിക്കുന്നത്? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏതെല്ലാം പദ്ധതികൾ ഇവിടെ വന്നോ ആ പദ്ധതിക്ക് മുഴുവൻ നിങ്ങൾ തിരക്കം വെച്ചു. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചിരുന്ന പദ്ധതികൾ ഓരോന്നും നടക്കുന്നുണ്ടത് വേറെ കാര്യം. ഇവിടുത്തെ സ്കൂൾ കെട്ടിടങ്ങൾ ഓരോന്നത് ഈ ഗേൾസ് ഹൈ സ്കൂളിൽ കെട്ടിടം പണിയുന്നു. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രയാസം കൊണ്ട് ഞാൻ പറയാം. ആ സ്കൂൾ കെട്ടിടം നിങ്ങൾ ആ ഗേൾസ് ഹൈ സ്കൂളും ബോയ്സ് ഹൈ സ്കൂളും ഗേൾസ് ഹൈ സ്കൂളും ഇവരുടെ കാലം നശിപ്പിച്ചതാണ്. 2000-3000 കുട്ടികളെ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളാണ്. അവസാനം ആ സ്കൂളിനെ ഒരു മോഡൽ സ്കൂളാക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവിടെ ഇപ്പൊ ഏതാണ്ട് നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം 3 കെട്ടിടം പുതുതായിട്ട് പണിയും ഗേൾസ് ഹൈ സ്കൂൾ. അപ്പൊ നമ്മുടെ ആശുപത്രി പണിയണം. 100 കോടി രൂപ ആശുപത്രി കിട്ടും. ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രി നിങ്ങൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടോ? ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും മോശം ആശുപത്രി അല്ലായിരുന്നു. ഏറ്റവും മോശം ആശുപത്രി. അവിടെ ആരെങ്കിലും ചെല്ലുന്നവന് ജീവനോട് തിരിച്ചു വരാൻ പറ്റുമോ? ഡോക്ടറില്ല, നേഴ്സില്ല, കമ്പൗണ്ടർ ആരുമില്ല, നല്ല റൂമില്ല. ഒരു രോഗി വന്നാൽ അവിടെ പരിചരിക്കാൻ ഓപ്പറേഷൻ തിയേറ്ററുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എലിയും പാമ്പും പാറ്റയാണ്. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, എന്റെ പിന്നെ പൊന്നു മുഖ്യമന്ത്രി ഒന്ന് സഹായിക്കണം. ഈ ഹോസ്പിറ്റൽ സ്ഥിതി രാജാവിന്റെ ഒരു ചിഹ്നം അവിടെ വെച്ചിട്ടുണ്ട്, അത് മാത്രം മതിയോ? രാജാവിന്റെ ചിഹ്നം കൊണ്ട് ആൾക്ക് ചികിത്സ കിട്ടു. ശരി, ഒരു പദ്ധതി തരാൻ പറഞ്ഞു. അത് 100 കോടി രൂപ അനുവദിച്ചു. ആ ഹോസ്പിറ്റൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്നതിന് മാറ്റണം. ഈ ചെങ്ങന്നൂരിൽ അറിഞ്ഞിരിക്കണം. ഞാൻ നാളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം. പക്ഷെ ചെങ്ങന്നൂരിൽ കോൺഗ്രസുകാരുടെ പണി മനസ്സിലാക്കണം. ആ ഹോസ്പിറ്റൽ മാറ്റി ഈ ബോയ്സ് ഹൈ സ്കൂൾ വെറും 24 പിള്ളേർ പഠിക്കുന്ന സ്കൂള്, ആ 24 കുട്ടികളെ ഗേൾസ് ഹൈ സ്കൂളിൽ മാറ്റി ഈ ബോയ്സ് ഹൈ സ്കൂളുണ്ട്. ആ ഹോസ്പിറ്റൽ മാറ്റാൻ ശ്രമിച്ചു. ഇവര് സമ്മതിച്ചോ? എത്ര ദിവസം ഒരു സമരം ചെയ്തു? എത്ര ദിവസം തടസ്സപ്പെടുത്തി? ബൈ ഫോഴ്സിലാണ് അവസാനം അത് നടപ്പാക്കിയത്. ഇന്ന് ചെങ്ങന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ 100 കോടിയുടെ ആശുപത്രി പണിയുന്നെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ചെങ്ങന്നൂരിലെ ജനങ്ങളുടെ വിജയമാണ് ആ ഹോസ്പിറ്റൽ. 5 ഓപ്പറേഷൻ തിയേറ്ററാ. നാളെ കോൺഗ്രസുകാർക്കും BJP-ക്കാർക്കും വന്ന് ഓപ്പറേഷൻ നടത്താം, ഒരു തടസ്സമില്ല. പക്ഷെ നിങ്ങളെ തടസ്സം നിന്നില്ലേ? ഇങ്ങനെ ഏതിനാണ് നിങ്ങൾ സഹായിച്ചിട്ടുള്ളത്? എല്ലാത്തിനും നിങ്ങൾ സമരം, ഏതിനും സമരം, എന്തിനും സമരം. ഇവിടെ BJP കോൺഗ്രസ് ഏത് പദ്ധതി വന്നാലും തടസ്സപ്പെടുത്തുകയല്ലേ? ഇങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ അതിനെ നമ്മൾ ശക്തമായി നേരിടുമ്പോൾ നമ്മൾ വികസനവുമായി മുന്നോട്ട് പോകും. ഈ ചെങ്ങന്നൂർ നഗരത്തിലെ സ്കൂളുകൾ ഓരോന്നിലെ ഗേൾസ് ഹൈ സ്കൂൾ നമ്പർ 1 സ്കൂളായി മാറുന്നില്ലേ? ഇപ്പൊ തന്നെ IHRDക്ക് പുതിയ കോളേജ് വന്നു. നിങ്ങൾ ഗവൺമെന്റ് പോയി നോക്കൂ. 22 കോടിയുടെ പുതിയ കെട്ടിടം പണിത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിപ്പോ 22 കോടി. ഇവിടെ മുണ്ടക്കാവ് സ്കൂളിന്റെ പുതിയ കെട്ടിടം പണിതു. കിഴക്കേട സ്കൂളിന്റെ പുതിയ കെട്ടിടം, വണ്ടി എല്ലാം മേടിച്ചു കൊടുത്തു. എടനാട് സ്കൂളിന്റെ പുതിയ കെട്ടിടം പണിത് കൊടുത്തു. പുത്തങ്കാവ് മാത്തന്തരകന്റെ സ്കൂളിന്റെ പുതിയ കെട്ടിടം പണിത് കൊടുത്തു. അങ്ങാടിക്കത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ എങ്ങനെയാണെന്നാ 3 കെട്ടിടം ഏതാണ്ട് 5-6 കോടിയുടെ കെട്ടിടം തീർന്നു. കൊളക്കട ഹയർ സെക്കൻഡറി എത്ര കോടി? 7 കോടിയുടെ കെട്ടിടം തീർന്നു. ഏത് സ്കൂളിലാണ് പുതിയ കെട്ടിടം പണി? ഇനി 8-10 സ്കൂളേ ഉള്ളൂ. ഒരു MLA-യുടെ കാലത്ത് പരമാവധി 1 കെട്ടിടം, 2 കെട്ടിടം. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, 34 സ്കൂൾ കെട്ടിടങ്ങൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിർമ്മിച്ചു. നിങ്ങളുടെ കാലത്ത് 1 സ്കൂൾ കെട്ടിടം പണിതോ? പറയട്ടെ. നിങ്ങൾ എന്നെ ആക്ഷേപിക്കുക, നിങ്ങൾ പിണറായി വിജയനെ ആക്ഷേപിക്കുക, ഗവൺമെന്റിനെ ആക്ഷേപിക്കുക. ഓരോ പഞ്ചായത്തോടെ ചെങ്ങന്നൂർ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ ഇത്രയും റോഡുകൾ ചെങ്ങന്നൂർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും?